നമ്മുടെ കർഷക സമരത്തിൻ്റെ നിലവിലെ സ്ഥിതി എന്താ ഇപ്പോൾ? ഇല്ല, കർഷക സമരത്തിൻ്റെ നിലവിലെ സ്ഥിതി എനിക്കറിയാൻ വയ്യ. കാരണം കർഷക സമരം വന്നിട്ട് പിന്നീട് കർഷകർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന രാഷ്ട്രീയ സമരങ്ങളായി മാറി. രാഷ്ട്രീയ സമരങ്ങളുടെ മുഖം എന്ന് പറയുന്നത് BJP വിരുദ്ധതയാണ്. BJP സർക്കാരിനെ അധികാരത്തിൽ നിന്ന് ഇറക്കുക. കാരണം ഏറ്റവും അവസാനം അവർ സമരം പ്രഖ്യാപിച്ചത് എന്തിനാണെന്നറിയോ? നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ്, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് തുടങ്ങിയവ മാറ്റുന്നതിനെതിരെയായിരുന്നു. അതും കർഷകരുമായിട്ട് എന്താ ബന്ധം? ബ്രിട്ടീഷ് കാലത്തുണ്ടാക്കിയ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള നിയമങ്ങൾ പരിഷ്കരിച്ച് ആധുനിക കാലത്തിന് ഒപ്പിച്ച് കൊണ്ടുവരുന്ന തരത്തിൽ മാറ്റി പാർലമെൻറ്റ് പാസ്സാക്കി. അത് ജൂലൈ 1 മുതൽ നടപ്പാക്കി. അതിനെതിരെ ഓഗസ്റ്റ് 15 സമരം നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ കർഷക സമരത്തിൻ്റെ മുഖം വേറെയാണ്. അതിന് മോദി എന്ത് ചെയ്താലും എതിർക്കുക എന്നുള്ളതാണ്. പിന്നെ ഇടയ്ക്ക് അവർ ചെയ്തിരുന്നു ഉന്നാവ പീഡന കേസ്, ഹാത്രസിലെ സംഭവമൊക്കെ വന്നപ്പോൾ കർഷക സമരം, കർഷകരൊക്കെ സംഘടിച്ച് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി. ഘാട്ട് പഞ്ചായത്തോ എന്തൊക്കെ നടത്തി. പക്ഷേ എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ബംഗാളിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു. എവിടെ പോയി കർഷകർ? ഞാൻ കരുതി കർഷകർ ഈ സമരം ഏറ്റെടുത്ത് രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭം നടത്തുമെന്ന് കരുതി. ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ ഈ രാകേഷ് ടിക്കായത്ത് എന്ന് പറഞ്ഞൊരു വിദ്വാനാണല്ലോ ഈ കർഷക സമരത്തിൻ്റെ നേതാവ്. അദ്ദേഹത്തെ കണ്ട് മാധ്യമപ്രവർത്തകർ ഇന്നലെ ചോദിച്ചു, അല്ല കൊൽക്കത്തയിൽ ഒരു പെൺകുട്ടി, ഒരു ഡോക്ടർ ഇങ്ങനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടല്ലോ, എന്താണ് കർഷകർ പ്രതികരിക്കാത്തത്? അദ്ദേഹം പറഞ്ഞ മറുപടി എന്നറിയുക, ആ ബലാത്സംഗങ്ങളൊക്കെ രാജ്യത്ത് സാധാരണമാണ്, അത് നടക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ അതത്ര വലിയ വിഷയമൊന്നുമല്ല. നോക്കൂ, ബലാത്സംഗങ്ങൾ അത്ര വലിയ വിഷയമൊന്നുമില്ല. ഇതല്ലല്ലോ ഉന്നാവയുടെ കാര്യത്തിൽ പറഞ്ഞത്, ഇതല്ലല്ലോ ആത്രാസിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്, ഇതല്ലല്ലോ ഗുസ്തി താരങ്ങളുടെ പ്രശ്നത്തിൽ പറഞ്ഞത്. ഓർക്കുന്നില്ലേ? ബ്രിജ്ഭൂഷണെതിരെ ഗുസ്തി താരങ്ങൾ ഇപ്പോൾ തടി കൂടി മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ തിരിച്ചു വന്ന മഹത്തായ ഗുസ്തി താരത്തിന് ഉൾപ്പെടെ ഉള്ള വിഷയങ്ങളിൽ എന്തു നിലപാടായിരുന്നു കർഷകർ രാകേഷ് ടിക്കായത്ത് എടുത്തത്? അവർക്ക് വേണ്ടി ഏറ്റവും സജീവമായ രംഗത്തുണ്ടാവുകയും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്ത് കൊടുക്കുകയും ചെയ്ത ഈ സോ കോൾഡ് കർഷകർ എന്ന് പറയുന്ന ആളുകളുടെ നേതാവായി ഭാവിക്കുന്ന ഈ രാജ്യദ്രോഹിയല്ലേ? കാരണം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും പരമാധികാരവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ദിവസം കർഷകരെ ദില്ലിയിലേക്ക് പായിച്ചു കൊണ്ടുവന്ന് ട്രാക്ടർ ഓടിച്ച് രാജ്യത്തിൻ്റെ തലസ്ഥാനത്തെ ആകെ ശിഥിലമാക്കുന്ന തരത്തിലുള്ള അക്രമം നടത്തി ചെങ്കോട്ടയിൽ കയറി ദേശീയ പതാക അഴിച്ചു മാറ്റി പകരം മറ്റൊരു കൊടി, ഖലിസ്ഥാൻ്റെ കൊടിയാണെന്നും അല്ലെന്നും പറയുന്നു. ആ കൊടി ഉയർത്തുന്നതുവരെയുള്ള കർഷക സമരം നയിച്ച ആളെ രാജ്യദ്രോഹി എന്നല്ലാതെ എന്ത് വിളിക്കാൻ പറ്റും? ദേശാഭിമാനി എന്ന് വിളിക്കാൻ പറ്റുമോ? അദ്ദേഹത്തെ അംഗീകരിക്കാമായിരുന്നു. ഇനി കർഷകരെന്ന് പറഞ്ഞാൽ കർഷകർ ഈ നാടിൻ്റെ നട്ടലാണ്, ഒരു സംശയമില്ല. കർഷകർ തൊഴിലാളി ആണ്, അല്ലെങ്കിൽ കർഷകരാണ് ഈ രാജ്യത്തെ തീറ്റിപ്പോറ്റുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രഥമ പരിഗണന കിട്ടേണ്ടത് കർഷകർക്ക് തന്നെയാണ്, ഒരു തർക്കവുമില്ല. കർഷകർക്ക് ഗുണമുണ്ടാക്കുന്ന കാര്യത്തിൽ സർക്കാരുകൾ അവരുടെ നിലപാടുകൾ കൂടുതൽ ജാഗ്രതയോടെ പരിഷ്കരിച്ച് അനുകൂലമായ തരത്തിലേക്ക് മാറ്റേണ്ടതുമാണ്. അതിനൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ കർഷക സമരം വന്ന് ഒരു കൂട്ടം കർഷകരെന്ന് പറഞ്ഞ് വരുന്ന ആളുകൾ, നമ്മൾ കർഷകനെ കാണുന്നത് എങ്ങനെയാണ്? ഒരു ജീവിക്കാൻ നിവർത്തിയില്ല, കൃഷിപ്പണി മാത്രം ചെയ്യുന്ന സാധാരണക്കാര മനുഷ്യരെയാണ് നമ്മൾ കർഷകരായിട്ട് കാണുന്നത്. കാരണം കൃഷിക്കാരന് കേരളത്തിലെ അവസ്ഥ നോക്കൂ, നെൽകൃഷിയുടെ പ്രധാന കേന്ദ്രമായിരുന്നു കേരളം. കേരളത്തിൽ ഇന്ന് അരിയില്ല, കൃഷിക്കാരന് കൃഷി ചെയ്യാൻ പാങ്ങില്ല, കൃഷി ചെയ്യുന്നില്ല. കൃഷി ചെയ്ത് നെല്ലുണ്ടായി സർക്കാരിന് കൊടുത്താൽ അതിൻ്റെ കാശ് കിട്ടത്തില്ല. സർക്കാർ പറയുന്നത് ബാങ്കിൽ പോയി സിവിൽ സപ്ലൈസിന് അരി കൊടുത്താൽ, നെല്ല് കൊടുത്താൽ അതിൻ്റെ പൈസ കൊടുക്കാതെ ബാങ്കിൽ പോയി ലോൺ എടുത്തോളൂ എന്ന് പറയുന്ന സർക്കാരുള്ളത്. അങ്ങനെയാണ് കേരളത്തിൽ പോലും കർഷകരെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർഷകൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈന്യ മുഖമാണ്. അങ്ങനെയല്ല, കർഷകൻ്റെ മുഖമാണ് ഏറ്റവും കൂടുതൽ പ്രകാശിക്കേണ്ടത്. പക്ഷേ നമ്മുടെ കൺസെപ്റ്റിൽ രാജ്യത്തെ അടിസ്ഥാന കർഷകൻ ഇപ്പോഴും ദയനീയാവസ്ഥയിൽ കഴിയുന്ന, അവൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അത് സത്യമാണ്. വളത്തിൻ്റെ വിലക്കയറ്റം, നല്ല വിത്തുകളുടെ ക്ഷാമം, ഉണ്ടാക്കുന്ന വിളകൾക്ക് ന്യായ വില കിട്ടാത്ത പ്രശ്നം, ഇടനിലക്കാരൻ്റെ പ്രശ്നം, ഇതൊക്കെ പരിഹരിക്കാനാണ് കർഷക നിയമങ്ങൾ കൊണ്ടുവന്നത് എന്നത് വേറെ കാര്യം. പക്ഷേ നമ്മൾ ഈ കാണുന്ന ഡൽഹിയിൽ കാണുന്ന കർഷകരെന്ന് പറഞ്ഞാൽ വലിയ സന്നാഹങ്ങളും മുന്തിയ കോടികൾ വിലമതിക്കുന്ന കാറുകളിലൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ? ഒക്കെ വന്ന് ഭയങ്കര ആഡംബര ജീവിതത്തിൽ കഴിയുന്ന കുറേ പ്രമാണിമാർ ഒരു വിനോദയാത്ര പോകുന്നത് പോലെയാണ് ദില്ലിയിലേക്ക് കർഷക സമരം ഒന്നും പറഞ്ഞു വരുന്നത്. പക്ഷേ അവർ പല പ്രശ്നങ്ങളും, മോദിയുടെ കാലത്ത് രാജ്യത്തുണ്ടാകുന്ന സ്ത്രീപീഡനം, അല്ലെങ്കിൽ നിയമപരിഷ്കരണം, നിയമപുസ്തകങ്ങൾ മാറ്റി പുതിയ പരിഷ്കരണം കൊണ്ടുവന്ന ആണല്ലോ ജൂലൈ 1 മുതൽ നടപ്പാക്കിയത്, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങൾ. അതിനെതിരെ പോലും സമരം ചെയ്യുന്ന, രാജ്യത്തെ ഏതു പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു
പ്രതികരണ വിഭാഗമായി ഒരു ഒരു ആക്റ്റീവ് ഫോഴ്സായി കർഷകർ മാറുന്നതും ഒരു കണക്കിന് നല്ലതാണ്. പക്ഷേ അതെല്ലാ വിഷയങ്ങളിലും ആരാണ് കക്ഷികളെന്ന് നോക്കാതെ ഇടപെടാനായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന കർഷകർക്ക് ടിക്കായത്തിന് ബംഗാളിൽ നടക്കുന്നത് ഒരു സാധാരണ സംഭവം മാത്രമാണ്. ഇത് ടിക്കായത്തിൻ്റെ മാത്രം വാദമല്ല. രാഹുൽ ഗാന്ധിയും പറഞ്ഞു. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം UP-യിൽ പോയി. അവിടെ ഏതോ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ആരോ കൊന്നു. വളരെ ദൗർഭാഗ്യകരമായ സംഭവം. അവിടേക്ക് രാഹുൽ ഗാന്ധി പോയപ്പോൾ ചോദിച്ചു, പോകാൻ നിൽക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, കൊൽക്കത്തയിൽ ഒരു സംഭവം ഉണ്ടായല്ലോ, അതേക്കുറിച്ച് എന്താ? അതിലും അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോവുകയാണ്. അതിലും അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ടിക്കായത്ത് പറയുന്നതും രാഹുൽ ഗാന്ധി പറയുന്നതും ഒന്നാണ്, മമത പറയുന്നതും ഒന്നാണ്. ഇതൊന്നും വലിയ കാര്യമില്ലെന്നേ. കാരണം ഒരു ആശുപത്രിയിൽ ഒരു സംഭവം നടന്നു, അവിടെ റേറ്റ് കാർഡ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. പണ്ട് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ മാനഭംഗത്തിനിരയായാൽ കരുണാകരൻ പ്രഖ്യാപിച്ചിരുന്നു 10,000 രൂപ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നു, കേസെടുത്താൽ ഉടനെ. വലിയ വിവാദമായി. ദളിത് പെൺകുട്ടികളുടെ മാനത്തിന് 10,000 രൂപ കരുണാകരൻ വിലയിട്ടു എന്നാണ് അക്കാലത്ത് കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ വിവാദമുയർന്നത്. എന്ന് പറയുന്നത് പോലെ അവിടുത്തെ CPM-ൻ്റെ MP-യാണ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ അഭിഭാഷകൻ. അദ്ദേഹം പറയുന്നു ബംഗാളിൽ മമതയ്ക്ക് ഒരു റേറ്റ് കാർഡ് ഉണ്ട്. ഒരു ബലാത്സംഗം നടന്നാൽ ഒരു റേറ്റ് കാർഡ് അനുസരിച്ച് തുക കൊടുക്കും, പിന്നെ കേസും വേണ്ട, ഒന്നും വേണ്ട. കാരണം പ്രതികളൊക്കെ മമതയുടെ ആൾക്കാരായിരിക്കും. പ്രശ്നം തീർത്തോട്ടെ. ഇത് ഇങ്ങനെയുള്ള ഒരു രാജ്യമാണ് ബംഗാളിൽ നടക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഉൾപ്പെടെ മാധ്യമങ്ങൾ നോക്കൂ, വയനാട് മുണ്ടക്കൈ ദുരന്തം ഒരു 10-15 ദിവസം ഓടി. അതിനു മുമ്പ് അർജുനൻ്റെ കാര്യമായിരുന്നു. അർജുനൻ നിർഭാഗ്യവശാൽ നമ്മുടെ ആ സഹോദരൻ കിട്ടിയില്ല. വയനാട് കഴിഞ്ഞപ്പോൾ വീണ്ടും അർജുൻ സംഭവം വീണ്ടും 2 ദിവസം ഓടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. എന്താണ് നിങ്ങൾ ഹാത്രാസും ഉന്നാവയും ഒക്കെ ചർച്ച ചെയ്ത, കത്തുവയുമൊക്കെ ദിവസങ്ങളോളം ചർച്ച ചെയ്ത നിങ്ങൾ എന്തുകൊണ്ടാണ് ബംഗാളിലെ ഈ അതിനീചമായ കൊലപാതകം, തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം, മാത്രമല്ല ആശുപത്രിയിൽ നിന്ന് എന്തെല്ലാം ഞെട്ടിക്കുന്ന വാർത്തകളാണ് വരുന്നത്. ഇതിനെക്കുറിച്ചൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ ചർച്ചയില്ല. ഈ കർഷക സമരം എന്ന് പറയുന്ന ഈ തെമ്മാടിത്തരത്തിനെക്കുറിച്ച് പോലും ഇവരെത്ര കാലം ചർച്ച ചെയ്തവരാണ്. അപ്പോൾ ഇങ്ങനെ ഇത്തരം വാർത്തകളൊക്കെ നമസ്കരിച്ച് മലയാളത്തിലെ 1ാമത്തെ ചാനൽ ഇപ്പോൾ 4ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കാൻ ഒരുങ്ങുക. അത്തരത്തിലേക്ക് എത്തി. ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് അവകാശപ്പെടുന്നത് ഇപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന 24-നും പക്ഷപാതിത്വമൊക്കെ ചിലപ്പോൾ പലപ്പോഴും അവർ കാണിച്ചിട്ടുണ്ട്. പക്ഷേ 1ാം സ്ഥാനത്തെത്തുമ്പോൾ ആ ചാനലിന് കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നത് മുമ്പ് 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ഒരു മാധ്യമം കാണിച്ച നിലപാടുകൾ കാണിക്കാതിരിക്കാനുള്ള ജാഗ്രത അവർ കാണിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവരും വളരെ പെട്ടെന്ന് 3ാം സ്ഥാനവും 4ാം സ്ഥാനവും ഒക്കെ അവർക്കും കിട്ടും. അപ്പോൾ അത് അവർ കരുതുമെന്ന് കരുതും. പക്ഷേ നിർഭാഗ്യവശാൽ കർഷക സമരം എന്ന് പറഞ്ഞുള്ള സമരാഭാസം രാജ്യത്താകമാനം നടത്തുന്ന ടിക്കായത്തിന് ബംഗാളിലെ സംഭവം ഒരു വിഷയമേ ഇല്ല. അതൊരു സാധാരണ സംഭവം എന്നാണ്. നമ്മളൊന്ന് വെറുതെ ഒന്ന് സാങ്കല്പികമായി ആലോചിച്ച് നോക്കിയാൽ, ഈ പെൺകുട്ടി ട്രെയിനി ഡോക്ടറുടെ കൊലപാതകം ഉത്തർപ്രദേശിലെ ലക്നൌവിലെ ഒരു ആശുപത്രിയിലാണ്, സർക്കാർ മെഡിക്കൽ കോളേജിലാണ് നടന്നിരുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ സംഭവിക്കുക? നമ്മുടെ കേരളത്തിലെ ചാനലുകൾ എത്ര ദിവസം ചർച്ച ചെയ്യുമായിരുന്നു? പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ എത്ര പ്രസ്താവനകൾ അശോകൻ ചെരുവിലിൻ്റെ വകയായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുമായിരുന്നു? എത്ര മെഴുകുതിരി ചിലവാകുമായിരുന്നു? മെഴുകുതിരികൾ കിട്ടാതെ വരുമായിരുന്നു അല്ലേ? എല്ലായിടത്തും പ്രാർത്ഥനകൾ നടക്കുമായിരുന്നു, മനുഷ്യച്ചങ്ങൽ നടക്കുമായിരുന്നു, യോഗങ്ങൾ നടക്കുമായിരുന്നു. സാംസ്കാരിക നായകരുടെ ഓരിയിടൽ കൊണ്ട് അന്തരീക്ഷം ശബ്ദമുഖരിതമാവുമായിരുന്നു. പത്രത്തിൽ പരമ്പരകൾ വരുമായിരുന്നു. നമ്മുടെ ചർച്ചകളില്ല, BJP സർക്കാരിനും നരേന്ദ്രമോദിക്കും യോഗിക്കുമെതിരെയുള്ള അട്ടഹാസങ്ങൾ കൊണ്ട് മുഖരിതമാകുമായിരുന്നു. ഇതൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. ഇതാകെ ഈ ABC ചില ഇപ്പോൾ വന്ന് ഇപ്പം നമുക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവുക. നമ്മൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ബംഗാളിലെ കാര്യങ്ങൾ പറയും. അവിടെ ശവക്കച്ചവടം നടക്കുന്നു, അവയവക്കച്ചവടം നടക്കുന്നു, ഈ ഹോസ്പിറ്റൽ വേസ്റ്റ്, ബയോ വേസ്റ്റുകൾ ബംഗ്ലാദേശിലേക്ക് കടത്തി വിൽക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുക. മലയാളത്തിലെ ഒരു മാധ്യമത്തിനും നേരമില്ല. അപ്പം ഞാൻ പറയുന്നത്, ഈ കർഷക സമരം എന്ന പേരിൽ രാജ്യത്ത് കർഷകൻ്റെ ശബ്ദം ഭാരതത്തിൻ്റെ ശബ്ദമാണെന്നൊക്കെ പറഞ്ഞു നടന്ന ചാനലിൽ വന്ന് ചർച്ച ചെയ്ത കുട്ടപ്പന്മാരൊക്കെ ഉണ്ട്. ഈ കുട്ടപ്പന്മാരെ ഒന്നും കാണുന്നു. ചില കുട്ടപ്പനൊക്കെ ഉണ്ട്, ഏഷ്യാനെറ്റിലൊക്കെ സ്ഥിരം വരുന്ന കുട്ടപ്പന്മാർ, നല്ല പൗഡർ കുട്ടപ്പന്മാർ. ഈ കുട്ടപ്പന്മാരെ ഒന്നും കാണുന്നില്ല. ബംഗാളിനെ കുറിച്ച് കൊൽക്കത്തയിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് ഒരു വഴിപാട് ചർച്ച എവിടെയോ നടന്നു എന്ന് തോന്നും. അതല്ലാതെ ഇതൊരു കാമ്പയിനാവുന്നു. നിർഭയ വിഷയം ഉണ്ടായപ്പോൾ ഡൽഹിയിലായിരുന്നല്ലോ. ഡൽഹിയിൽ ആപ്പാണ് ഭരിക്കുന്നതെങ്കിലും ഡൽഹിയിലെ സംഭവം, ഡൽഹിയിൽ ഒരു റേപ്പ് നടന്നാലും വലിയ സംഭവമാകും. ആപ്പ് ഭരിക്കുന്നു എന്ന് വേണ്ട.
ആപ്പ് ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിലും ദില്ലിയിലൊരു ഇതുപോലൊരു ഗ്യാങ് റേപ്പോ വല്ലതും നടന്നാൽ അത് രാജ്യത്ത് വലിയ സംഭവമാകും. കാരണം എന്നറിയോ, ദില്ലിയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആസ്ഥാനം. അപ്പോൾ അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ അനാസ്ഥ കാരണം ദില്ലിയിലെ പോലീസ് കേന്ദ്രത്തിൻ്റെയാണ്. അപ്പോൾ കേന്ദ്രത്തിനെതിരെ. അപ്പോൾ ഇതൊരു വല്ലാത്ത കഷ്ടമാണ്. ഇവരെയൊക്കെ കർഷകരെന്ന് വിളിക്കാമോ? ശരിയാണ്, ഇവർ കർഷകരാണ്, രാഷ്ട്രീയ കർഷകർ അല്ലേ? അതെ. അവർ വിളവെടുക്കാൻ നോക്കുന്നത് വിവാദങ്ങളുണ്ടാക്കി BJPക്കെതിരെ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കി അതിൻ്റെ വിളവെടുക്കാൻ നടക്കുന്ന വിത്ത് വിതയ്ക്കുന്ന കർഷകരാണ്. രാഷ്ട്രീയ ലാഭം. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഈ ടിക്കായത്തിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും സ്വരം ഒന്ന് തന്നെയാണ്. ടിക്കായത്തും പറയുന്നു ഇതത്ര വലിയ കാര്യമൊന്നും, ബലാത്സംഗം രാജ്യത്ത് നടക്കും, എല്ലാ ദിവസവും ബലാത്സംഗം നടക്കുന്നു. ഇപ്പം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ 15 മിനിറ്റിൽ ഒരു ബലാത്സംഗം നടക്കുന്നതാണ് രാജ്യത്ത്. അതുകൊണ്ട് ബലാത്സംഗ കേസിലെ പ്രതികളെ 15 ദിവസത്തിനാവും ശിക്ഷിക്കണം. 15 മിനിറ്റിൽ ഒരെണ്ണം നടക്കുന്നുണ്ടായിരിക്കും, 15 ദിവസത്തിനകം ശിക്ഷ വിധിക്കണം എന്നുള്ള ഒരു വാദം. 15 ദിവസത്തിനകം പ്രതികളെ ശിക്ഷിക്കാനുള്ള നിയമം നരേന്ദ്രമോദി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. മോദിക്കെതിരെ സമരം നടത്താം. ടിക്കായത്ത് മിക്കവാറും അത് ഏറ്റുപിടിക്കും. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, നമുക്ക് രാജ്യത്തിനൊരു പ്രതിപക്ഷ നേതാവില്ലേ? ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഒന്ന് കൽക്കത്തയിൽ പോയിക്കൂടെ? ഇന്ത്യ മുന്നണിയുടെ ഇത്രയും രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ വളരെ വിഷമത്തോടെയാണ് ഈ വാർത്തകളൊക്കെ വായിക്കുന്നത്. അവരെ, ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വയ്യായിരുന്നു. നിങ്ങൾ ഈ പോലീസിൻ്റെ വിലക്കുകൾ ലംഘിച്ച് എവിടെയൊക്കെ പോയിരിക്കുന്നു രാഹുൽ ഗാന്ധി? പ്രിയങ്ക എവിടെയൊക്കെ പോയിരിക്കുന്നു? ഇത് UP യിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഗുജറാത്തിലായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഓടിയെത്തുമായിരുന്നു, ഈ അച്ഛനമ്മമാരെ ചേർത്ത് പിടിക്കുമായിരുന്നു, ഈ കുട്ടിയെ ദഹിപ്പിച്ച ശ്മശാനത്തിൽ പോയി ക്രിമറ്റോറിയത്തിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു, ഒക്കെ ചെയ്യില്ലേ? രാജ്യം മുഴുവൻ പ്രതിഷേധിക്കണമെന്ന് പറയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഒരു ട്വീറ്റ് പോലും വന്നിട്ടില്ല. പ്രിയങ്ക എവിടെ പോയി? ഒരു സ്ത്രീയല്ലേ, അവർക്ക് മക്കളില്ലേ, ഒരു പെൺകുട്ടിയല്ലേ? ആ കുട്ടിയുടെ ഇത്രയും ഭീകരമായ ഒരു ദുരവസ്ഥ ആ കുട്ടിക്കുണ്ടായിട്ട്, ആ കുട്ടിയുടെ കുടുംബത്തിനുണ്ടായിട്ട് ഒരു സഹതപിക്കുന്ന ഒരു വാക്ക്. കാരണം അവരുടെ രാഷ്ട്രീയ മുന്നണിയുടെ ഒരു കക്ഷിയാണ്. മമത അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇവർ പിന്നാലെ നടക്കുകയാണ്. അവർക്ക് വേണം മമതയെ. അതിനു വേണ്ടിയിട്ട് മമതാ ബാനർജിയുടെ ബംഗാളിൽ നടക്കുന്ന ഒന്നും കർഷകർക്കും പ്രശ്നമല്ല, പ്രിയങ്കയ്ക്കും പ്രശ്നമല്ല, രാഹുൽ ഗാന്ധിക്കും പ്രശ്നമല്ല. വേറൊരു കാര്യം കൂടെയുണ്ട്. CPM എന്താണ് എനിക്കറിയില്ല. കാരണം CPMൻ്റെ MP ആണ് ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ അഭിഭാഷകൻ. ഈ കുട്ടി CPMൻ്റെ അഫിലിയേഷനുള്ള സംഘടനയുടെ പ്രവർത്തകരാണ്. എന്നിട്ടും ദേശാഭിമാനി ചില വാർത്തയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, എന്തുകൊണ്ട് ഇതിൽ പ്രതിഷേധിക്കുന്നില്ല, അവിടെ പോകുന്നില്ല എന്ന് എന്തുകൊണ്ടാണ് CPM ആവശ്യപ്പെടാത്തത്? ഇവരെല്ലാം തമ്മിലൊരു ഈ അടിത്തട്ടിലൂടെ ഒരു കണക്ഷൻ ഉണ്ടെന്നല്ലേ? അല്ല, ഇവരെല്ലാം കൃഷിക്കാരാണെന്നേ, ഇവരെല്ലാം കർഷകരാണ്, ടിക്കായത്തിനെ പോലെയുള്ള കർഷകരാണ്. കാരണം അവർക്ക് വിവാദ വിഷയങ്ങൾ ഉണ്ടാക്കി അവരുടെ ഏകപക്ഷീയമായി അല്ലെങ്കിൽ തങ്ങളുടെ ശത്രുക്കളുടെ ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ മാത്രം പർവ്വതീകരിച്ച് രാജ്യത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ തമസ്കരിക്കാൻ ശ്രമിക്കുന്ന കിരാതന്മാരുടെ കൂട്ടമാണ് ഈ വൈതാളിക രാഷ്ട്രീയക്കാരും കർഷകരെന്ന് പറയുന്ന കള്ളക്കൂട്ടങ്ങളും. ഈ കർഷകരെന്ന് പറയുന്നവരെ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ആലോചിക്കണം. ഇവർ കർഷകരാണെന്ന് കരുതി ഇവരോട് ചില സിമ്പതിയൊക്കെ നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് വളരെ സാധാരണ സംഭവമാണ്, അതൊന്നും വലിയ കാര്യമില്ല എന്നാണ് രാകേഷ് ടിക്കായത്ത് പറഞ്ഞത് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇയാളെയാണ് കർഷകൻ എന്ന് വിളിക്കുന്നത്. ഇവരാണ് രാജ്യത്തിൻ്റെ ശബ്ദമെന്ന് പറയുന്നത്. ഇവരുടെ ശബ്ദം രാജ്യത്തിനെതിരാണ്. രാജ്യത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ മാത്രമാണ് ഇവരുടെ നാവ് പൊങ്ങുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.